സത്യത്തിൽ ബംഗ്ലാദേശിനെ തകർക്കുന്നതാരാ? പാകിസ്ഥാനല്ലേ? പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാനോടൊപ്പം അടുപ്പം സ്ഥാപിക്കുകയും അവരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ബംഗ്ലാദേശ് തകർച്ചയിലേക്ക് പോകുകയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. 1947 ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഈ നിലവിലെ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാൻ എന്ന ഒരൊറ്റ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു. ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഏറെ അകന്നു നിന്ന കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾക്കിടയിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ഈ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ രാഷ്ട്രീയ മേധാവിത്വവും കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയുടെ ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള ശ്രമങ്ങളും അന്ന് വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. 1971 വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണയോടെ കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രമായി മാറുകയായിരുന്നു. ഈ യുദ്ധവും അതിനെ തുടർന്നുള്ള കൂട്ടക്കൊലകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള അകൽച്ച ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ കാലം മാറി, കഥ മാറി. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി നിലനിന്നിരുന്ന പ്രാദേശിക ശക്തി സന്തുലനം അത് തകിടം മറിച്ചുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം ഒരു അസ്വാഭാവികമായിട്ടുള്ള വേഗതയിൽ ആഴത്തിലാവുകയാണ് എന്നുള്ളതാണ്. 2024 ഓഗസ്റ്റിലെ ഭരണമാറ്റത്തിന് ശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായിട്ട് പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ മേഖലയിൽ പുതിയതും സംശയാസ്പദവുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന് കളമൊരുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബന്ധം കേവലം സൗഹൃദപരമായിട്ടുള്ള സൈനിക സഹകരണത്തിനപ്പുറം മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുവാനും പുതിയ ഭൗമരാഷ്ട്രതന്ത്രപരമായിട്ടുള്ള വിന്യാസങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അയൽ രാജ്യങ്ങളുടെ നിലവിലുള്ള സ്വാധീനത്തെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന വ്യക്തമായിട്ടുള്ള ശ്രമങ്ങൾക്ക് ബംഗ്ലാദേശ് ഒപ്പം കൂട്ടുനിൽക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഘടകമായിട്ട് ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ ഈ നീക്കം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ മത്സരവും ആശങ്കയും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഭയം എന്ന് പറയപ്പെടുന്നത് ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സഹകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും അത് മേഖലയ്ക്ക് നൽകുന്ന പ്രത്യാഘാതങ്ങളും സത്യത്തിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് യുദ്ധവിമാന പൈലറ്റുമാരെയും സാങ്കേതിക വിദഗ്ധരെയും വിപുലമായിട്ടുള്ള പരിശീലനത്തായിട്ട് പാകിസ്ഥാനിലേക്ക് അയച്ച നടപടി അത് കേവലം സൈനിക സഹകരണത്തിനപ്പുറം ഈ സൈനിക സംവിധാനത്തെ പാകിസ്ഥാൻ വലയത്തിലേക്ക് ആകർഷിക്കുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. പാകിസ്ഥാനിലെ പ്രതിരോധ വ്യവസായമായിട്ടുള്ള ഹെവി ഇൻഡസ്ട്രീസ് ടാക്സില ബംഗ്ലാദേശിന്റെ പഴകിയ ടാങ്ക് കപ്പലുകൾ നവീകരിക്കാൻ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിലൂടെ ദീർഘകാലത്തേക്ക് ബംഗ്ലാദേശിനെ തങ്ങളുടെ ആശ്രിതത്വത്തിൽ നിർത്തുവാനുള്ള വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സഹകരണം ഭാവിയിൽ വിനാശകരമായിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലേക്ക് വരെ നയിക്കുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ലോകവും. അപ്പോൾ ഇത് മേഖലയിലെ സൈനികവൽക്കരണത്തിന് ആക്കം കൂട്ടുകയും പ്രാദേശിക സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിൽ ഉടലെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൂന്യതയാണ് പാകിസ്ഥാൻ അവരുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ പ്രധാനമായിട്ടും മുതലെടുക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല നേതൃത്വം ഇന്ത്യൻ വിരുദ്ധ വിദേശ നയം സ്വീകരിച്ച് പാകിസ്ഥാനെ ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. വെടിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലൂടെയും ഒപ്പം തന്നെ ഉന്നതതല സൈനിക സംഭാഷണങ്ങളിലൂടെയും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ ആധിപത്യത്തെ തകർക്കാൻ ബംഗ്ലാദേശിനെ ഒരു ഉപകരണമായിട്ട് മാത്രമായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് എന്നുള്ളതാണ്. സൈനിക പരിശീലനങ്ങളുടെ പുനരുജ്ജീവനം, വ്യാപാര ഇളവുകൾ, പ്രാക് പ്രതിനിധികളുടെ പതിവ് സന്ദർശനങ്ങൾ എന്നിവയെല്ലാം ധാക്കയിലെ സായുധ സേനയെ പാകിസ്ഥാൻ നിയന്ത്രണത്തിലാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ളതാണ്. 2024 ഓഗസ്റ്റ് മുതൽ തുടരുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നിരന്തര സന്ദർശനങ്ങൾ ബന്ധം സ്ഥാപിക്കുവാനുള്ള നല്ല ശ്രമങ്ങളായിട്ട് കാണാൻ നമുക്കൊരിക്കലും കഴിയില്ല. മറിച്ച് ഇത് ഒരു ഇടക്കാല സർക്കാരിന്റെ ദുർബലത മുതലെടുത്ത ദീർഘകാല പ്രതിരോധ സഹകരണത്തിലൂടെ ബംഗ്ലാദേശിനെ
പാക് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള ഏകോപിതമായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അവിടുത്തെ ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ തബസ്സും ഹബീസ്, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ, പാക് നാവികസേനയുടെ ഫ്രിഗേറ്റ് PNS സൈഫിന്റെ സൗഹാർദ്ദ സന്ദർശനം, ഇവയെല്ലാം ഈ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്ന് പറയേണ്ടത്. കൂടാതെ പാകിസ്ഥാന്റെ പ്രതിരോധ, വ്യവസായം എന്നിവയുടെ പ്രതിനിധി സംഘങ്ങളുടെ സാന്നിധ്യം ഈ ബന്ധം വെറും ഒരു സൗഹാർദ്ദപരമല്ല, മറിച്ച് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് എന്ന് അടിവരയിടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് ഭീഷണിയാകുന്ന തരത്തിലേക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അഥവാ ഇന്ത്യയെ അത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തൽ തന്ത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ഒരു അടവ് നയമല്ലേ ബംഗ്ലാദേശിനെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ സൗഹൃദ രാഷ്ട്രമായിട്ട് മാറ്റുക എന്നുള്ളൊരു ശ്രമം? അപ്പൊ ബംഗ്ലാദേശിന്റെ കവചിത കപ്പലുകൾ ആധുനികവൽക്കരിക്കുവാനുള്ള നീക്കമടക്കം, അത്തരത്തിലുള്ള നിർദ്ദേശമടക്കം പാകിസ്ഥാൻ പ്രതിരോധ വ്യവസായത്തിന് ബംഗ്ലാദേശിൽ സ്ഥിരമായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കുവാൻ അവർക്ക് അവസരം നൽകുമെന്നുള്ളതാണ്. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നത് ഒരു ഊഹാപോഹമായി തുടരുമ്പോഴും പാകിസ്ഥാന്റെയും അതിന്റെ അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള ചൈനയുടെയും പിന്തുണയോടെ നൂതന സംവിധാനങ്ങൾ ബംഗ്ലാദേശിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ട ബംഗ്ലാദേശ് പ്രാദേശിക ശക്തികളുടെ കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രാദേശിക സുരക്ഷയെയും ഒപ്പം തന്നെ സുസ്ഥിരതയെയും അപകടപ്പെടുത്തുന്ന ഒരു ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് എന്നതാണ്. ചുരുക്കത്തിൽ, ഇടക്കാല സർക്കാരിന്റെ ഈ നീക്കങ്ങൾ ബംഗ്ലാദേശിനെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. പാകിസ്ഥാൻ ഈ സാഹചര്യം പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തങ്ങളുടെ നിയന്ത്രണവും സ്വാധീനവും ഉറപ്പിക്കുമ്പോൾ പ്രാദേശിക സുരക്ഷയെയും സ്ഥിരതയെയും അപകടപ്പെടുത്തുന്ന ഒരു ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തുറന്നു കാട്ടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും സൗഹൃദപരമായ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് നല്ലത് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതൊരിക്കലും അതല്ല. ഇത് പാകിസ്ഥാന്റെ ഒരു വ്യവസായം, പാകിസ്ഥാന്റെ ചില തന്ത്രങ്ങൾ, നാളെ മിസൈൽ കച്ചവടം അടക്കമുള്ളവ നടക്കുവാനുള്ള സാഹചര്യവും സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഇന്ത്യക്കെതിരെയുള്ള ഇവരുടെ ഒരു പ്രതിരോധ തന്ത്രമാണ് പാകിസ്ഥാന്റെ. അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിനെ കൂടെ കൂട്ടിക്കൊണ്ട് അത്തരത്തിലൊരു തുറന്ന സമീപനം സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ ആയുധവർഷം നടത്തുക എന്നൊരു ലക്ഷ്യം. കാരണം നമുക്കറിയാമല്ലോ, താലിബാൻ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അവരുടെ കൂറ് പുലർത്തിയിരിക്കുന്നു. ആ കൂറ് പുലർത്തിയ സാഹചര്യത്തിലാണ് താലിബാൻ വളരെ കൃത്യമായി പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയത്. പക്ഷെ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യയുടെ ഒത്താശയൊന്നുമില്ല കേട്ടോ. പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയാണ്, ഇന്ത്യയുടെ ഒത്താശയോടുകൂടി താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ആക്രമണത്തിനെ പ്രതിരോധിക്കണം. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം അത് ഇന്ത്യയോട് അടുക്കുകയും അവരുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുകയും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആയുധ കച്ചവടങ്ങളടക്കം ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അതടക്കം പൊളിച്ചു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാൻ അടുക്കുന്നതും ബംഗ്ലാദേശിനെ സൗഹൃദ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതും. ഒപ്പം തന്നെ ആയുധ കച്ചവടങ്ങളോ മിസൈലുകൾ കൊടുക്കുന്ന സമീപനങ്ങളോ ഒക്കെ ചിലപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമടക്കം നടക്കുകയാണെങ്കിൽ അത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇന്ത്യക്കെതിരെ ആയുധം മിനുക്കുന്നതിന്റെ ഒരു യാത്രയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതിനാണ് ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കുന്നത്. ആ ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു ആക്രമണ ലക്ഷ്യം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ തീർന്നു പാകിസ്ഥാൻ. നീ ഇനി ഒരിക്കലും പുനരുജ്ജീവിക്കുവാൻ കഴിയാത്തവണ്ണം തകർന്നു തരിപ്പണമായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിന്നെ തകർക്കാൻ ഇന്ത്യയുടെ ഒരു സൈനിക വൃന്ദം തന്നെ വേണ്ട. ഏതെങ്കിലും ഒരു ഭാഗം, ഒരു 100-1 ഭാഗം മാത്രം മതി ഈ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെയും ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ എന്ന് മനസ്സിലാക്കുക. അതിന് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോ റഷ്യയുടെ പിന്തുണയോ ഒന്നും ഇന്ത്യക്ക് ആവശ്യമില്ല. ഇന്ത്യ കുറച്ചുകൂടി സൈനിക ശക്തിയുള്ള രാജ്യമാണ്. മാത്രമല്ല, സൈനിക ശക്തിയിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു കപടതന്ത്രങ്ങളും വിലപ്പോവില്ല എന്ന് പാകിസ്ഥാന്റെ അസീം മുനീറും മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു യുദ്ധത്തിന് നിങ്ങൾ കോപ്പ് കൂട്ടുകയോ പ്രകോപനം നടത്തുകയോ ചെയ്താൽ അടുത്ത നിമിഷം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.